ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ റാങ്കിങ് ടാസ്ക് നല്ല അസലായിട്ട് 3G ആക്കി കൊടുത്തിട്ടുണ്ട് സീസൺ 7 കണ്ടസ്റ്റൻസ്. അതെ, ബിഗ് ബോസ് ഭയങ്കര കാര്യമായിട്ടാണ് ഈ ഒരു സീസണിലേക്ക്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ റാങ്കിങ് ടാസ്ക് കൊണ്ടുവരുന്നത്. റാങ്കിങ് ടാസ്ക് പൊതുവെ ഒരു 4-5 ആഴ്ചകൾക്ക് ശേഷമാണ് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും മറ്റു ഭാഷാ ബിഗ് ബോസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു സീസൺ 7ലേക്ക് വലിയ കാര്യമായിട്ട് അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ബിഗ് ബോസ് ഇംപ്ലിമെന്റ് ചെയ്തതാണ് റാങ്കിങ് ടാസ്ക്. സീസൺ 7ൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ കൊണ്ടുവരികയാണ്. അതും 1 മണിക്കൂർ കൊണ്ട് റാങ്കിങ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. നോർമലി ഏറ്റവും കുറച്ച് 3 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ഒരു റാങ്കിങ് ടാസ്ക് പല ബിഗ് ബോസ് സീസണുകൾ എടുത്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് 3 മണിക്കൂർ തൊട്ട് നല്ല സമയം എടുക്കുന്ന ഒരു ടാസ്ക് കൂടിയാണ്. എന്നാൽ 1 മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ടാസ്ക് ക്യാൻസൽ ചെയ്യുകയും, ഇത് ഈ ഒരു സീസണിലെ പണിപ്പുര ടാസ്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടാസ്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ പൊസിഷനുകളിൽ വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു പണിപ്പുര ടാസ്കിൽ അല്ലെങ്കിൽ പണിപ്പുരയിലേക്ക് കയറാൻ പറ്റുകയും അവർക്ക് വേണ്ട ലക്ഷറി ഐറ്റംസ്, ഡ്രസ് മെറ്റീരിയൽസ് ഇതൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വരുന്നവർക്ക് 20 സെക്കൻഡ് സമയം കിട്ടും, രണ്ടാമത് വരുന്നവരെ സംബന്ധിച്ച് 15 സെക്കൻഡ് സമയം കിട്ടും, പിന്നീട് വരുന്നവർക്കെല്ലാം 10 സെക്കൻഡ് സമയം വെച്ച് കിട്ടും. അതിനുള്ളിൽ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ടാസ്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണുകളിലൊക്കെ ഓരോ സാധനങ്ങൾക്കായിട്ട് ആർഗ്യുമെന്റ്സ് വരികയും ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ സംസാരത്തിന് ശേഷം മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒരു തീരുമാനത്തിന് വിടുകയാണ്. ഈ ഒരു സീസണിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, മെജോറിറ്റി ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കത്തുള്ളൂ, എല്ലാവരും അംഗീകരിക്കുകയും വേണം, ആ ഓരോ പൊസിഷനും ഓരോരും യോഗ്യരാണ് എന്നുള്ളത്. അതിനാൽ തന്നെ അനീഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, തുടക്കം മുതൽ തന്നെ എതിർത്തുകൊണ്ടിരുന്നു, തുടക്കം മുതൽ തന്നെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഘോരം ബാധിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ടാസ്കിന്റെ അവസാനം വരെ അനീഷ് ഒന്നാം സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുമായിട്ടും ഭയങ്കര അടിയായിരുന്നു. ആ ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസ് പല രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നോക്കി, പല രീതിയിലുള്ള ഡിസിഷൻസ് എടുത്തു നോക്കി. ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് ആദ്യം പറഞ്ഞു അനീഷിനെ ഒന്നാം സ്ഥാനത്ത് വിടാം, ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ ഓരോ സ്ഥാനങ്ങൾ എടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് സാധനങ്ങളെല്ലാം നമുക്ക് എത്തിക്കാം, ഡ്രസ് മെറ്റീരിയൽസ് മാക്സിമം എത്തിക്കാം, അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസ് മാക്സിമം എത്തിക്കാം. എന്നാൽ കുറെ പേർക്ക് അത് എന്താ പറയുന്നത്, അവരൊന്നും അതിനോട് യോജിച്ചിരുന്നില്ല. കാരണം അനീഷിനെ അങ്ങോട്ട് വിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസും ഇതുവരെയുള്ള പെർഫോമൻസും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നും ചെയ്യാതെ അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും പിന്നീട് അതൊരു പ്രശ്നം ഉണ്ടാകുകയും, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അത് കുറച്ച് ലക്ഷറി ഫുഡ് ഐറ്റംസിനോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസിനോ വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അത് സാധിക്കത്തില്ല. അത് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് കുറച്ചൊരു കണ്ടസ്റ്റൻസിന്റെ സംബന്ധിച്ച് അവരുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഫൈനലി ഷാനവാസും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു, അങ്ങനെ ചെയ്യണ്ട, അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കണ്ട, എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ഫുഡ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, നമുക്ക് അനീഷിനെ ആ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് വിടണ്ട. അങ്ങനെ ഒടുവിൽ അനീഷും വിട്ടുകൊടുക്കുന്നില്ല, മറ്റേ ആൾക്കാരും വിട്ടുകൊടുക്കാൻ റെഡി ആയിരുന്നില്ല. എന്നാൽ കുറച്ചു പേർക്ക് താല്പര്യമുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഫുഡ് കിട്ടട്ടെ, ഡ്രസ്സ് കിട്ടട്ടെ, അനീഷ് ഒന്നാം സ്ഥാനത്ത് കൊണ്ടുപോട്ടെ, ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നു. ഒടുവിൽ ബിഗ് ബോസ് തന്നെ ഈ ഒരു 1 മണിക്കൂർ സമയം കഴിഞ്ഞ് ആ ഒരു ടാസ്ക് തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പടിപ്പുര ടാസ്കും എൻട്രിയും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ തന്നെ ഒരു ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു റാങ്കിങ് ടാസ്ക് നല്ല അട്ടപ്പട്ടലം മൂഞ്ചി എന്ന് പറയാം. സോ അതിനെതിരെ കുറച്ചു പേർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഒരു ഗെയിം ഷോ ആണ്, നമ്മളത് പല രീതിയിൽ ചിന്തിക്കണം. ബുദ്ധിപരമായിട്ട് നമ്മൾ കുറച്ച് പേര് പറഞ്ഞു അനീഷിനെ നമുക്ക് വിടാം, ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ. പക്ഷെ മറ്റു പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശീലമാക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെയായി, രണ്ടാമത്തെ തവണ ഇങ്ങനെയായി കഴിയുമ്പോൾ അതൊരു ശീലമായി കഴിഞ്ഞാൽ അവൻ എല്ലാ സമയത്തും ഒന്നാം സ്ഥാനത്തിലും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വേണമെന്ന് വാശി പിടിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പുള്ളി ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി അത് തന്നെയാണ് അനീഷിന്റെ തന്ത്രവും. എല്ലാവരുടെയും ആവശ്യകതയെ മുൻനിർത്തി പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അനീഷും വിചാരിച്ചത് എല്ലാവർക്കും ഡ്രസ് മെറ്റീരിയൽസും ഫുഡും ഒക്കെ വേണം. അപ്പം അതിനു വേണ്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ അവസാന സമയമാവത്തേനും എങ്ങനെയെങ്കിലും വിട്ടുകൊടുത്ത് തനിക്ക് ഒന്നാം സ്ഥാനം കിട്ടും. എങ്ങനെയെങ്കിലും ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൂപ്പർ പവറോ കാര്യങ്ങളോ ഒക്കെ കിട്ടി, നോമിനേഷൻ ഫ്രീയോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയും നോമിനേഷൻ ഫ്രീ ആയിട്ട് നമുക്കിവിടെ
ഈ ഒരു ഹൗസിനുള്ളിൽ കഴിയാമെന്നൊക്കെ കരുതിയുള്ള ചിന്തകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീക്ക് പോയിന്റ്സിൽ പിടിച്ചൊന്ന് നോക്കി. ബട്ട് പല കണ്ടസ്റ്റൻസിനും അത് ഓക്കെ അല്ലായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആയില്ല. ബട്ട് സ്റ്റിൽ അവസാനം വരെയും അനീഷ് പോരാടി, നല്ല പൊരുതി, അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ല ഫൈറ്റ് ചെയ്തു, അവസാനം വരെ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ചത്ത് കിടന്ന് മത്സരിച്ചു. ബട്ട് സ്റ്റിൽ ആ ഒരു ടാസ്ക് തന്നെ മൊത്തത്തിൽ ക്യാൻസലായി എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് വേണം ഒരു സീസണിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റാങ്കിങ് ടാസ്ക് ഇത്രയ്ക്ക് മോശമായ രീതിയിൽ കുളമാകുന്നത്. പല സീസണുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ചില സീസണുകളിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അലമ്പായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഈ ഒരു സീസൺ 7 അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഭയങ്കര ക്ലാസിക് ടാസ്ക് ഒക്കെ ആയിട്ട് എത്തിയതായിരുന്നു. ബിഗ് ബോസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ആ ഒരു ടാസ്ക് തന്നെ അലമ്പായി പോയി എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്താകാൻ നടക്കാൻ പോകുന്നത്. ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയും അത്ര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ആദ്യത്തെ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ നോക്കിയിട്ട്. കാരണം മൊത്തത്തിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് നിൽക്കുകയാണ് ഷാനവാസിന്റെ ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.